ഞാൻ ചെയ്യണോ എന്ന് ചോദിക്കേണ്ടി വരും. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളത്. ഇതിന് ഒരു വാക്കാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. സുഹൈൽ പട്ടാമ്പിയാണ്. ഇന്ന് പുതിയൊരു സംരംഭം നമ്മൾ ചാനലിലൂടെ തുടങ്ങുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ പ്രധാനപ്പെട്ട ഫീൽഡ് പലർക്കും അറിയാം, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് ആണ്. അപ്പോൾ അത് സാധാരണ ഞാൻ നടത്തുന്നതൊക്കെ കോഴ്സ് വെച്ചിട്ടാണ്. ക്യാമ്പുണ്ട്, 10 ദിവസത്തെ റെസിഡൻഷ്യൽ ക്യാമ്പ് ഒക്കെയാണ്. അപ്പോൾ അതിനൊക്കെ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ ക്ലാസ് വെച്ചുകൂടെയെന്ന്. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കും, യൂട്യൂബിലൂടെ ക്ലാസ് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ അതുപോലെ തന്നെ റെസിഡൻഷ്യൽ ക്ലാസ്സുകളൊക്കെ പ്രശ്നമാവുമല്ലോ എന്ന്. പക്ഷെ അത് പ്രശ്നമാവുമൊന്നുമില്ല. ഏതായിരുന്നാലും അത്തരക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നു മുതൽ യൂട്യൂബിലൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. ആദ്യം ഒരു 10 ദിവസത്തെ പ്രൊജക്റ്റ്, അതിനുശേഷം അതിൻ്റെ വിജയപരാജയങ്ങൾ നോക്കിയിട്ട് തുടരുകയാണെന്നാണ് തീരുമാനം. ഒരു കാര്യം വ്യക്തമാണ് ആദ്യം തന്നെ, ഏതായിരുന്നാലും നമ്മളൊരു നേരിട്ടൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് അതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് പോലെ ഒരു പക്ഷേ ഈ യൂട്യൂബ് ക്ലാസ് ഉപകാരപ്പെട്ടോളണം എന്നില്ല. എന്നാലും അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കനുസരിച്ച് അതിൻ്റെ ഗുണം ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസത്തെ ക്ലാസ് ഈ യൂട്യൂബ് വീഡിയോ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. സാധാരണ ക്ലാസ് 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ചെയ്യുന്നത് പോലെ വീഡിയോ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ ഉള്ള ക്ലാസ്, അതിൽ ഓരോ പോയിൻ്റ് മാത്രമാണ് ഷെയർ ചെയ്യാൻ കഴിയുള്ളൂ. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ഒക്കെ എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. അതുപോലെ തന്നെ എല്ലാ ചാനലിലും പറയാവുന്നത് പോലെ പറയുന്നു, നിങ്ങൾ കൂടുതൽ ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞയക്കണം. പക്ഷേ ഈ അനുവാചകരൊരു വ്യത്യാസമുണ്ട്. സാധാരണ ഓൺലൈൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ പിന്നെ നേരിട്ട് വരുന്നവരിൽ നിന്നോ വ്യത്യസ്തമാണ്. കാരണം സാധാരണ ക്ലാസ്സിന് വരുന്നവർ ഇംഗ്ലീഷ് പഠിക്കാൻ തയ്യാറായിട്ട് അതിനുള്ള മാനസികാവസ്ഥയിൽ വരുന്നവരാണ്. ഇത് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കയറുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ താല്പര്യപൂർവ്വം ക്ലാസ്സിന് വരുന്നവരുണ്ട്. ഏതായിരുന്നാലും അവർ 2 പേരെയും കൂടെ മൈൻഡ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കേണ്ടത്. വിത്ത് വെരി ഫ്രാങ്ക് ഞാനങ്ങനെ പറയുകയാണ്. ഏതായിരുന്നാലും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ് തുടങ്ങാനുണ്ടായത്. അതോടുകൂടെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ക്യാമറമാൻ ഷാമിലിൻ്റെയും സ്ഥിരമായിട്ടുള്ള അഭ്യർത്ഥന മൂലമാണ് ഇങ്ങനെ ഓൺലൈനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങാൻ തീരുമാനിച്ചത്. ആവട്ടെ, ഇന്ന് ആദ്യമായിട്ട് പറയാനുള്ളത്, ഇംഗ്ലീഷിൽ സാധാരണ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം എന്ന് തന്നെ പറയാം. കാരണം സ്കൂളിൽ പോകുന്നവർ, ഹൈസ്കൂളിൽ +2 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരൊക്കെ ഇംഗ്ലീഷിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്നും അറിയാതെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ സംസാരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതിനു വേണ്ടി നമ്മൾ താല്പര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുക, നമ്മൾ നല്ല ഫ്രണ്ട്സിനെ കണ്ടെത്തുക, അവരോട് പരസ്പരം സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. നിയമങ്ങൾ പഠിക്കുന്നതിലപ്പുറം, ഗ്രാമർ നിയമങ്ങൾ പഠിക്കുന്നതിലപ്പുറം അത് ക്രിയേറ്റ് ചെയ്യാൻ, ഇംഗ്ലീഷ് സെൻറ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ തേടേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തെ ക്ലാസ്സിൽ ഇതുപോലെ തുടർച്ചയായിട്ട് 1-2 ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു ഐഡിയ നമുക്ക് കിട്ടും. അങ്ങനെയാണ്. ഒന്നാമത്തെ ക്ലാസ് നമ്മൾ കേട്ട് 2, 3, 4 ഒക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സെൻറ്റൻസ് ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടും. അങ്ങനെയാണ് പഠിക്കേണ്ടത്, പ്രാക്ടിക്കലായിട്ട് പഠിക്കേണ്ടത്. നിയമങ്ങൾ വെച്ചിട്ട് സബ്ജക്റ്റ് വെർബ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഇന്ന് ഒരു ഭാഗം മാത്രം പറയുന്നു. ഇംഗ്ലീഷിൽ നമ്മളിപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്, ഞാൻ വരണോ, ഞാൻ പോകണോ, ഞാൻ പഠിക്കണോ, ഞാൻ ഇന്ന് രാത്രി വരണോ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണോ, ഞാൻ വിളിക്കണോ, ഇങ്ങനെ ചോദിക്കേണ്ട സാഹചര്യം വരും. ഞാൻ ചെയ്യണോ എന്ന് ചോദിക്കേണ്ടി വരും. ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളത്. ഇതിന് ഒരു വാക്കാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ചോദിക്കേണ്ട സാഹചര്യം വരും. ഞാൻ ചെയ്യണോ, പഠിക്കണോ, കളിക്കണോ, വരണോ, പോകണോ എന്നൊക്കെ. ഇതിന് സാധാരണ പറയുന്നത് പോലെ തന്നെ ഒരു വാക്കാണ് നമ്മൾ പുതിയത് പഠിക്കേണ്ടത്. ഷുഡ്, SHOULD, ഷുഡ്. ഇനി പറയാം, ഞാൻ വരണോ, ഷുഡ് ഐ കം. ഞാൻ എഴുതണോ, ഷുഡ് ഐ റൈറ്റ്. ഞാൻ പഠിക്കണോ, ഷുഡ് ഐ സ്റ്റഡി. ഞാൻ വിളിക്കണോ, ഷുഡ് ഐ കോൾ. നമുക്ക് പറയാം, ഞാൻ നിനക്ക് വിളിക്കണോ, ഷുഡ് ഐ കോൾ യു. ഞാൻ കൊണ്ടുവരണോ, ചിലപ്പോൾ നമ്മൾ ചോദിക്കും, നമ്മൾ വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, വീട്ടിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയാണ്, ഞാൻ പാല് കൊണ്ടുവരണോ, ഷുഡ് ഐ ബ്രിങ് മിൽക്ക്.
ഞാൻ അങ്ങോട്ട് വരണോ, ഷുഡ് ഐ കം ദർ, ഞാൻ അങ്ങോട്ട് വരണോ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കണമെങ്കിൽ ഷുഡ് വെക്കാം. ഷുഡ് ഐ എന്നുള്ളത് പിന്നെ സാധാരണ പറഞ്ഞാൽ ഐ അല്ല, വേറെ ഏത് വേണമെങ്കിലും ഞാൻ, പിന്നെ എന്താണോ ചെയ്യുന്നത് അത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കമ്മിങ്, ഈറ്റിംഗ്, റൈറ്റിംഗ് എന്നൊന്നും നമ്മൾ കൊടുക്കേണ്ടതില്ല. റൈറ്റ്? ഇന്നും തുടങ്ങി വെച്ചതാണ് ക്ലാസ്. നമുക്ക് നിങ്ങൾ മുമ്പിലുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം. ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, നമ്മൾ നോട്ടും പേനൊക്കെ എടുത്തിട്ട് എഴുതി ബോർഡിലൊക്കെ എഴുതി കാണിച്ചു തരുന്ന ക്ലാസ് തൽക്കാലം നമ്മൾ ചെയ്യുന്നില്ല. കാരണം അത് നിങ്ങൾ കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ ഭാഗം മാത്രം പറഞ്ഞ് അത് ബാക്കി നിങ്ങൾ കാര്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ, സംശയങ്ങളൊക്കെ എപ്പോഴും നിങ്ങൾക്ക് വിളിച്ചന്വേഷിക്കാം. വേറൊരു കാര്യം കൂടെ, ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്, നന്നായി സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ല. അതുകൊണ്ട് അവർക്ക് അത് തൽക്കാലം മാറ്റിവെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ എൻ്റെ നമ്പർ 9847466947 ആ നമ്പറിൽ നിങ്ങൾക്ക് എപ്പോഴും ബന്ധപ്പെടാവുന്നതാണ്. സാന്ദർഭികമായിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഓൺലൈൻ വാട്സപ്പ് വഴി നമ്മുടെ ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസിഡൻഷ്യൽ കോഴ്സ് 10 ദിവസം താമസിച്ച് പഠിക്കുന്ന ഇംഗ്ലീഷ്, എൻ്റെ കൂടെ താമസിച്ച് 10 ദിവസം പഠിക്കുന്ന പരിപാടിയും ഉണ്ട്. അതിനൊക്കെ സൗകര്യം കിട്ടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടണം. താങ്ക് യു. മറ്റൊരു ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ എത്താം.